കോൺഗ്രസ്സുകാരോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ എത്രയോ വൃത്തികെട്ട ഒരു പാർട്ടിയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ജനം നിങ്ങളെ ഒഴിവാക്കിയത്. പല സംസ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാക്കി. വീണ്ടും വീണ്ടും പിടിച്ചേരാൻ നോക്കിയിട്ട് നിങ്ങളെ ജനം തള്ളിക്കളയാൻ നിന്നുകൊണ്ട് അറിയും. ഇത്തരം വൃത്തികെട്ടതുമായ ഹീനവുമായ പ്രവർത്തികൾ. കോൺഗ്രസ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പണ്ട് അരവിന്ദ് ഘോഷ് എന്ന വ്യക്തി പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസ് ഈസ് എ ബെഗിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം പിച്ച തെണ്ടി വാങ്ങിയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നിങ്ങൾ. അതിനുവേണ്ടി നിങ്ങൾ കാണിച്ചിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള തെമ്മാടിത്തരങ്ങൾ ഒരുപാടുണ്ട്. 15ൽ 12 വോട്ട് കിട്ടിയ സർദാർ വല്ലഭായ് പട്ടേലിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു വോട്ട് പോലും കിട്ടാത്ത നെഹ്റു പ്രധാനമന്ത്രിയായ കാലം തൊട്ട് ഈ രാജ്യം നേരിടുന്നത് നിങ്ങൾ ഈ രാജ്യത്തോട് ചെയ്ത ഹീനമായ പ്രവൃത്തികളിലൂടെയാണ്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എന്നത് ഗാന്ധിയിലും നെഹ്റുവിലേക്കും മാത്രമായിട്ട് ചുരുക്കി എഴുതി തയ്യാറാക്കിയ കോൺഗ്രസ് തന്നെ ഉണ്ടാക്കിയെടുത്ത ചരിത്ര പുസ്തകങ്ങൾ. 900 വർഷത്തോളം നീണ്ടുനിന്ന നമ്മുടെ അടിമത്തത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാൻ വേണ്ടി പോരാടിയ ലക്ഷക്കണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികളെ നിങ്ങൾ വിസ്മരിച്ചുകൊണ്ടാണ് ഈ രാജ്യത്തിന്റെ ചരിത്രം തന്നെ എഴുതി തയ്യാറാക്കിയത്. അത് ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴിതാ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ അമ്മയുടെ AI വീഡിയോ തയ്യാറാക്കിക്കൊണ്ട് നിങ്ങൾ കാണിക്കുന്ന ഈ തെമ്മാടിത്തരം എത്ര ഹീനവും നികൃഷ്ടവും നിന്ദ്യവുമായിട്ടുള്ള പ്രവൃത്തിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ജനം നിങ്ങളെ നടു റോട്ടിൽ കല്ലെറിയേണ്ട ഗതികേടിലേക്ക് കൊണ്ടെത്തിക്കരുത് കാര്യങ്ങൾ. ഒരു പ്രധാനമന്ത്രിയുടെ അമ്മ, അവർ ഇന്നേ വരെ രാഷ്ട്രീയത്തിലോ ഒന്നിനും തന്നെ ഇറങ്ങിയിട്ടില്ല. അവരെയാണ് നിങ്ങൾ അവഹേളിക്കുന്നത്. നിങ്ങൾ ചോദിക്കുന്നത് സോണിയാഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയൊക്കെ കളിയായിക്കൂടെയെന്ന്. അവരൊക്കെ രാഷ്ട്രീയക്കാരാ. രാജ്യത്തിലെ ജനങ്ങളുടെ വോട്ട് മേടിച്ച് MP ആയും മന്ത്രിമാരായും പല സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ രാജ്യത്തിലെ ജനങ്ങളുടെ തന്നെ പണം കട്ടുമുടിച്ച് വിദേശത്തെല്ലാം ലക്ഷക്കണക്കിന് സമ്പാദ്യങ്ങൾ ചേർത്ത് വെച്ചിട്ടുള്ള തിരുമുടിഞ്ഞ കള്ളന്മാരാണ് നിങ്ങൾ. ആ കള്ളന്മാരെയും കള്ളികളെയെല്ലാം ആക്ഷേപിച്ചുകൊണ്ട് തന്നെ സംസാരിക്കും, അല്ലെങ്കിൽ അവരുടെ കള്ളത്തരങ്ങൾ തുറന്നു കാണിക്കുക എന്നത് ഈ രാജ്യത്തിലെ മറ്റു പാർട്ടികളുടെ ആവശ്യം കൂടിയാണ്. സോണിയാഗാന്ധിയുടെ അമ്മേനെ വല്ലതും പറയട്ടെ. നിങ്ങൾ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ സോണിയാഗാന്ധിയുടെ അമ്മയ്ക്ക് പറയാലോ, അങ്ങനെ പറയട്ടെ. അത് പാടുണ്ടോ? ഇല്ല. അവർ രാഷ്ട്രീയത്തിൽ ഒന്നിലും ഇല്ലാത്ത ഒരാളാണ്. അതുപോലെ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ അമ്മ എന്ന് പറയുന്നത്. 102 വയസ്സിൽ മരിച്ചുപോയ പ്രധാനമന്ത്രിയുടെ അമ്മ, അവരുടെ മരണാനന്തര ചടങ്ങുകൾ എത്ര ലാളിത്യപൂർവ്വമായിട്ടാണ്, എത്ര സിമ്പിൾ ആയിട്ടാണ് നടന്നത്. തന്റെ അമ്മയുടെ വിയോഗം ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ ആഗ്രഹിക്കാത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചടങ്ങിൽ അവസാനിപ്പിച്ച് മറ്റു മന്ത്രിമാർ ഒന്നും വരണ്ട എന്നും അവരവരെല്ലാം അവരവരുടെ കാര്യങ്ങൾ നോക്കി രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നും പറഞ്ഞുകൊണ്ട് സ്വന്തം അമ്മയുടെ ചടങ്ങുകൾ വളരെ ലാളിത്യപൂർവ്വം നടത്തി മണിക്കൂറുകൾക്കകം തിരികെ തലസ്ഥാനത്തെത്തി തന്റെ കർമ്മ മേഖലയിൽ പ്രവർത്തനം ആരംഭിച്ച അതിശ്രേഷ്ഠനായ ഒരു പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്ര ദാമോദർദാസ് മോദി. അദ്ദേഹത്തിന് അത്രയും ശ്രേഷ്ഠത്വമുള്ള ഒരു വ്യക്തിത്വമായി വളർത്തിയെടുത്തതിന് ആ അമ്മയ്ക്ക് 100 കയ്യടികൾ ഞങ്ങൾ കൊടുക്കും. നിങ്ങൾക്ക് ആ അമ്മയെ അറിയോ? ദരിദ്ര കുടുംബത്തിൽ ജനിച്ച സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. ചായ വിറ്റും കണ്ടവന്റെ എച്ചിൽ പാത്രം കഴുകിയുമാണ് അവർ ഈ മക്കളെ എല്ലാം വളർത്തിയത്. അങ്ങനെ ദാരിദ്ര്യത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വളർന്നു വന്ന നമ്മുടെ പ്രധാനമന്ത്രി ഇന്ന് ഈ രാജ്യത്ത് മിസോറാമിൽ വരെ റെയിൽവേ ശൃംഖലകൾ എത്തിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ അദ്ദേഹം എത്രത്തോളം ഈ രാജ്യത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് എല്ലാ പാവങ്ങൾക്കും നൽകിക്കൊണ്ട് ഈ രാജ്യത്ത് ആയുഷ്മാൻ ഭാരത് പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് എങ്കിൽ ആ മനുഷ്യൻ, ആ അമ്മ, അവരെല്ലാം എത്രത്തോളം ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ട്. ജൻധൻ അക്കൗണ്ടുകൾ വഴി പലർക്കും പല ധനസഹായങ്ങളും എത്തിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ ഏറ്റവും അടിസ്ഥാന വർഗങ്ങൾ അനുഭവിച്ചിരുന്ന വേദനയെക്കുറിച്ച് ആ മകന് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അമ്മ ചെയ്ത ത്യാഗം വളരെ വലുതാണ്. നിങ്ങൾ എന്ത് വാഴയ്ക്കാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതെന്ന് ഞങ്ങളെ കൊണ്ട് ചോദിപ്പിക്കരുത്. നിങ്ങൾ നിർമ്മിച്ചു വെച്ച എയിംസിന്റെ എണ്ണം എത്രയാണെന്ന് കണക്കുകളുണ്ട്. ഇന്ന് എത്ര എയിംസ് ഈ രാജ്യത്തുണ്ട്? നിങ്ങൾ എത്ര എയർപോർട്ടുകൾ നിർമ്മിച്ചു? ഇപ്പോൾ എത്ര എയർപോർട്ടുകളുണ്ട്? ഇന്ത്യയിൽ എത്ര വലിയ റോഡ് ശൃംഖല ഉണ്ടായിരുന്നു? 10 വർഷം കൊണ്ട് ഇപ്പോൾ എത്രയായി? ഇന്ത്യയിൽ എത്ര വീട്ടിലെ സ്ത്രീകൾക്ക് ഗ്യാസ് അടുപ്പുകൾ ഉണ്ടായിരുന്നു? ഇപ്പോൾ എത്ര വീടുകളിലുണ്ട്? എത്ര വീടുകളിൽ വൈദ്യുതി കത്തിയിരുന്നു? ഇന്ന് എത്ര വീടുകളിൽ വൈദ്യുതി എത്തി? നിങ്ങൾക്ക് ഈ കണക്കുകളൊന്നും അറിയുന്നില്ലേ? ഈ രാജ്യത്തിലെ ജനങ്ങൾ ഞങ്ങളുടെ പ്രധാനമന്ത്രിയെ തള്ളിക്കളയും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ആരെ പ്രീതിപ്പെടുത്താനാണ് ഈ കൊണഞ്ഞ വീഡിയോ ഒക്കെ ചെയ്യുന്നത്? നിങ്ങൾ ചെയ്തതിന്റെ ശരിക്കുള്ള പേര് തന്തയില്ലായ്മ എന്നാണ്. അത് പറയാൻ ഞങ്ങൾക്ക് ഒരു മടിയില്ല. എത്രയൊക്കെ രാഷ്ട്രീയ എതിർപ്പുകൾ ഉണ്ട് എങ്കിലും രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയക്കാരും പരസ്പരം പാലിക്കേണ്ട ചില ബഹുമാനങ്ങളുണ്ട്, ചില മര്യാദകളുണ്ട്. അധികാരം കിട്ടിയില്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല എന്ന് രാജകുടുംബത്തിൽ ജനിച്ച മക്കളാണോ കോൺഗ്രസ്സുകാർ? രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും രാജ്യത്ത് അധികാരം കിട്ടിയില്ലെങ്കിൽ നിനക്കൊന്നും ജീവിക്കാൻ കഴിയില്ലേ? അതിനുവേണ്ടി നിങ്ങൾ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അമ്മയെ വരെ അധിക്ഷേപിക്കോ? ഈ രാജ്യത്ത് കോൺഗ്രസ് തോറ്റു തുടങ്ങിയപ്പോൾ ആദ്യം ചെയ്ത തെമ്മാടിത്തരം എന്തറിയോ? ഈ രാജ്യത്തെ ജനങ്ങളെയാണ് നിങ്ങൾ കൊള്ളാത്തവരെന്ന് വിളിച്ചത്. തെന്നിന്ത്യയിൽ കിടക്കുന്ന എല്ലാവരും, ഞാൻ ഉൾപ്പെടെ, നമ്മൾ ഉൾപ്പെടുന്ന എല്ലാവരും പറഞ്ഞില്ലേ ഉത്തരേന്ത്യക്കാർക്ക് വിദ്യാഭ്യാസം ഇല്ലാന്ന്. വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണ് BJP ജയിക്കുന്നതെന്ന്. അതെന്താ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടാണോ ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ലാതായത്? നിങ്ങൾ ജയിച്ചിരുന്നപ്പോഴെല്ലാം ഞങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരം എവിടെയാണ് നിന്നിരുന്നത്? എത്ര സ്കൂളുകൾ ഉണ്ടായിരുന്നു? എത്ര കോളേജുകൾ ഉണ്ടായിരുന്നു? അപ്പോൾ നിങ്ങൾ ആദ്യം അധിക്ഷേപിച്ചത് ഈ രാജ്യത്തിലെ ജനങ്ങളെയാണ്, ഈ രാജ്യത്തിലെ വോട്ടർമാരെയാണ്. ഞങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല,
അതുകൊണ്ടാണ് നിങ്ങൾ BJP വോട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ഈ അധിക്ഷേപം കേട്ടിട്ട് ഞങ്ങൾ തളർന്നില്ല, ഞങ്ങൾ വീണ്ടും BJP തന്നെ വോട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾ പറഞ്ഞു EVM ശരിയല്ലാന്ന്. ഇപ്പൊ നിങ്ങൾ പറയുന്നത് വോട്ടർ പട്ടിക ശരിയല്ലാന്ന്. ശരിയല്ലാത്തത് നിങ്ങളാണ് കോൺഗ്രസ്. തിരുത്താൻ നിങ്ങൾക്ക് ഇനി സമയമില്ല. നീ ഒന്നും തിരുത്തണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹവുമില്ല. ഇനിയും കട്ടുപിടിക്കാനല്ലേ. ഇനി ഈ രാജ്യത്തിന്റെ ഭരണ കസേരയിൽ ഏറാമെന്ന് നിങ്ങൾ കരുതണ്ട. അതിന് നിങ്ങൾ അധിക്ഷേപിച്ച വിദ്യാഭ്യാസമില്ലാത്ത ഞങ്ങൾ അതിന് സമ്മതിക്കത്തുമില്ല.